ഹലോ! ഇന്ന് നമ്മൾ പുറത്ത് പോവാണ് കേട്ടോ. ഇതാണ് ഇന്നത്തെ ഡ്രസ്സ്. ഇത് ഈ കാണുന്നതല്ല റോസ് അല്ല, അതൊരു മെറൂണാണ്. എനിക്ക് ഇഷ്ടമാണ് അതിടാൻ. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിലുള്ള ലെഗിൻ ആകെ പ്രശ്നമാക്കുന്നുണ്ട്. ഇപ്പോൾ ഓക്കെ ആണെന്ന് തോന്നുന്നു. ആരും ഒന്നും വിചാരിക്കരുത്, ഇങ്ങനെ ഞാൻ സ്ഥിരം കാണിക്കുന്നതാണ്. ഞാനവിടെ പോയി, ഹലോ ഞാനവിടെ വന്ന് ഞാൻ. ഇതിപ്പോൾ ഞാൻ കുളിച്ച് വന്നതേ ഉള്ളൂ കേട്ടോ. നമ്മൾ കുറേ പരിപാടിയായിരുന്നു, വീടൊക്കെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. ഞാനും അച്ഛനും മാത്രമായിരുന്നു അന്നുണ്ടായിരുന്നത്. അച്ഛൻ കുറച്ച് പറമ്പിൽ പരിപാടിക്കായിരുന്നു. ഞാൻ എന്ത് ചെയ്തു, ഞാൻ വിചാരിച്ചു ഫുൾ ഹൗസ് ഞാൻ തന്നെ നോക്കിയേക്കാണ്. ഞാനങ്ങനെ സൺകിസ്റ്റ് എടുത്തിരിക്കുന്ന എന്നെ കാണൂ ഗൈസ്. അപ്പം ബാക്ക് ടു ദ സ്റ്റോറി. ഞാനിപ്പം എല്ലാം ക്ലീനാക്കി അടിച്ച് വാരി ഇതൊക്കെ ആയിട്ട് ഞാൻ പിന്നെ കണ്ടില്ലേ എൻ്റെ ഓരോ കോപ്രായങ്ങൾ ഈ കമ്പിൽ മാറ്റി ഒരുങ്ങാൻ പോവാണ് ഗൈസ്. അതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നത്. ഞാൻ ഒരുങ്ങാനാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ അതൊരു മറ്റേ ഈ ഡ്രസ്സിന് അത് ചേരുന്നില്ല ആ കമ്മൽ. അവിടെ നമ്മൾ മാറ്റാൻ പോകണം. വെയിറ്റ് പറഞ്ഞ വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. ഞാൻ ഒരുങ്ങാൻ വന്നപ്പോൾ ഞാൻ ഒരുങ്ങേണ്ട സാധനങ്ങളും പിന്നെ മാലയും കമ്മലൊന്നും എടുത്തില്ലായിരുന്നു. ഞാൻ അന്നേരം മാല ഇങ്ങനെ ഒരു വലിയൊരു പെൻഡൻ്റ് വരുന്നത് കണ്ടത് നല്ല രസമുണ്ട്. ഒരു ബട്ടർഫ്ലൈയുടെ വിങ് പോലെ നല്ലൊരു പെൻഡൻ്റാണത്. സത്യം പറഞ്ഞാൽ അതൊരു മാലയുടെ ഒന്നല്ല, അനീറ്റയുടെ ഡ്രസ്സിലെ ഒരു പെൻഡൻ്റ് ആയിരുന്നു. അത് അവൾ ഇതിലേക്ക് ഒരു മാലയിലേക്ക് ആക്കി തന്നേ ഉള്ളൂ. ബട്ട് അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതാണ് ഞാൻ എപ്പോഴും ഇപ്പോൾ ഇടുന്നത്. എന്താണെന്നറിയില്ല, എനിക്ക് വലിയ വലിയ സാധനങ്ങളോട് താല്പര്യം കൂടുതലാണ്. മാലയൊക്കെ ഇട്ടു. പിന്നെ കമ്മലിൻ്റെ കാര്യത്തിലായിരുന്നു. കമ്മൽ ഞാൻ പക്ഷേ വേറെ കൊണ്ടുവന്നു. നല്ലൊരു ഒരു നല്ല രസമുണ്ടല്ലേ മാല ഇട്ടിട്ട്. ഞാൻ കൊണ്ടുവന്നത് ഇങ്ങനെ ഒരു വെള്ള കമ്മലായിരുന്നു. സംഭവം നിങ്ങൾക്ക് എത്രമാത്രം ക്ലിയർ ആവുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ബട്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഒരു സ്നോ പോലെയൊക്കെ ഇരിക്കുന്ന ഒരു സാധനമാണ്. ക്രിസ്മസിനൊക്കെ ഇടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ആ കമ്മൽ. പിന്നെ ഇത് എൻ്റെ കാതിൽ കിടക്കുന്നത് ഏതോ ഒരു അബദ്ധവശാൽ ഞാൻ ഇട്ട് പോയതാണ്. പിന്നെ അത് ഊരാൻ പറ്റുന്നില്ല ഗൈസ്. അത് വല്ലാത്ത പെയിനായിരുന്നു. അത് നല്ലോണം എനിക്ക് ചെവിയിൽ വേദനിച്ചു. ഞാൻ വിചാരിച്ചു എൻ്റെ ചെവിയൊക്കെ മുറിഞ്ഞു. പ്രത്യേകിച്ച് ഇടത് ചെവിയിൽ അത് പൊട്ടിച്ചിട്ടും അത് പൊട്ടിച്ചെന്ന് വെച്ചാൽ ഊരിയിട്ട് വരുന്നില്ല. അതെൻ്റെ കയ്യും ചെവിയൊക്കെ എനിക്ക് വല്ലാതെ വേദനിച്ചിരുന്നു കേട്ടോ. ഇനി ഞാൻ എടുത്തില്ലെന്ന് തീരുമാനം എടുത്തു. കാരണം നല്ല വേദനയൊന്നും അടയ്ക്കാനും തുറക്കാനും ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. പിന്നെ അതല്ലേ കമ്മലൊക്കെ ഇട്ടു. കമ്മലൊക്കെ ഇട്ടതിന് ശേഷം കണ്ടില്ലേ, ഇതാണ് ആ കമ്മൽ ഞാൻ പറഞ്ഞത് കേട്ടോ. എന്നാൽ അതിന് ചേരുന്നില്ലേ ഗൈസ്, ഒന്ന് പറഞ്ഞേക്കണേ, ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഡ്രസ്സിനൊക്കെ ചേരുന്നുണ്ടല്ലോ അല്ലേ. എനിക്ക് ഇങ്ങനെ കാണുമ്പോഴല്ലോ എനിക്ക് എൻ്റെ മുടീനെ കുറിച്ച് ഓർത്താണ് കേട്ടോ സങ്കടം. കണ്ടില്ലേ എത്ര അത് ഓക്കെ ആണ്. എൻ്റെ മുടി സ്ട്രെയിറ്റ് ആണ്. എല്ലാവരും ഭയങ്കരമായിട്ട് അഭിപ്രായം പറയുന്ന മുടിയാണ്. വേറൊന്നും കണ്ടല്ലേ, ഇതിനെക്കൊണ്ട് വലിയ അലമ്പൊന്നുമില്ല. അത് തന്നെ ഇപ്പം ഇത്ര നേരം വെയിലത്തിരുന്നുണ്ടാക്കി നല്ലോണം വേർത്തു. ഞാനിപ്പം തുടച്ചു. ഭയങ്കരമായിട്ട് വൈറ്റിഷ് അടിക്കുന്നുണ്ടല്ലേ, വേറൊന്നും ഉണ്ടായല്ല. നല്ല വെയിലാണ് അവിടെ. അത് ക്യാമറയിൽ കൂടെ ഇതേ വരുമ്പം ഭയങ്കരമായിട്ട് തോന്നുകയാണ്. പ്രത്യേകിച്ച് എൻ്റെ ചുരിദാറിലെ സീക്വൻസും കൂടെ വൈറ്റും കൂടെ വരുമ്പോഴത്തേനും ഭയങ്കര കളറാണ്. പിന്നെ നമുക്ക് ഒരുങ്ങും പിന്നെ വലിയ വലിയ സാധനങ്ങളൊന്നും വേണ്ടാത്തത് കൊണ്ട് തന്നെ നമ്മളിവിടെ പോൺസിൻ്റെ പൗഡർ എടുക്കുന്നുണ്ട്. പിന്നെ സെബോളിന് എടുക്കുന്നുണ്ട്. പിന്നെ പണ്ട് പറഞ്ഞിട്ടുള്ള പോലെ കാണുന്നവർക്കറിയാം ഇത് അനിയത്തി ഉരുക്കി വെച്ച് ലിപ്സ്റ്റിക് ആയിരുന്നു കേട്ടോ ഗൈസ്. ഇതെല്ലാം ഇട്ടിട്ടാണ് സൂം ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ബ്രൈറ്റ്നസ് അടിക്കുന്നുണ്ട്. ബട്ട് ഐ നോ സംതിങ് ഈസ് ഓവർ. ഓക്കെ, ഇപ്പോൾ പൗഡറൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല. ഇനിയിപ്പോൾ ഞാൻ ഒരു ഭൂതം പോലെയാവും. ഭൂതത്തിനെ ഞാൻ വീണ്ടും ഒന്ന് ഒരുക്കിയെടുക്കും, മിനിക്കൊക്കെ എടുക്കും. മിനിക്കൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ സെബോളിനൊക്കെ ഇട്ട് എന്നാ മറ്റേ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് നമ്മൾ സെറ്റ് ആവുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഒരു ഭൂതം പോലെ ഉണ്ട്. ഇതാ ക്യാമറയിലേക്ക് ഭയങ്കരമായിട്ട് വെയിലടിച്ചിട്ടാണ് അത് ഭൂതമായിട്ടുള്ളത് തിരിയാത്തോ നിങ്ങൾക്ക്. തിരിയുന്നത് ഭയങ്കര തെളിച്ചം തോന്നുന്നതൊക്കെ കൊണ്ടാട്ടോ. ഇപ്പം കണ്ടില്ലേ, അതൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ഞാൻ നേരത്തെയും പറഞ്ഞു. എത്ര തവണ ഞാൻ പറയുന്നത് എനിക്ക് തന്നെ അറിയില്ല. പിന്നെ സെബോളിനും ലിപ്സ്റ്റിക്കും കൂടെ എടുത്തിട്ട് നമ്മൾ തേക്കുന്നു. സെബോളും ഞാൻ മെയിനായിട്ട് തേക്കുന്നത് എനിക്കിത് വരണ്ടിരിക്കുമ്പോൾ, അതായത് ഡ്രൈ ആയിട്ടിരിക്കുമ്പം എനിക്ക് ചുണ്ടൊക്കെ കടിച്ച് മുറിക്കുന്ന ഒരു തരം വികൃത രോഗമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിങ്ങനെ ചെയ്തില്ലെങ്കിൽ ഭയങ്കരമായിട്ട് എനിക്ക് ആ ടെൻഡൻസി കൂടി വരും കേട്ടോ ഗൈസ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ സെബോളിനായിട്ട് തേക്കുന്നത്. എനിക്ക് വാസലിൻ്റെ മണം എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ വാസലിൻ യൂസ് ചെയ്യാത്തത്. പിന്നെ എനിക്കത് നല്ല റിസൾട്ട് തരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരുക്കങ്ങൾ. ഇനിയിപ്പോൾ മുടി അഴിച്ചിട്ടുള്ളത് നമ്മുടെ മുടിയുടെ പരിപാടികളാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. എൻ്റെ മുടി കണ്ടില്ലേ, ഇത് സംഭവം വേഗം ചാടന്നേ വരും. ഈ ഉള്ള ചട ഈ താഴോട്ടുള്ളത് കേട്ടോ. അതൊക്കെ അങ്ങ് മാറി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേഗം അതങ്ങാവും. അങ്ങ് ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ പണികളൊന്നുമില്ല. ജസ്റ്റ് അതൊന്ന് പാർട്ടീഷൻ എടുക്കുക, അഴിച്ചിടുക, പോവുക, അത്ര തന്നെ. പിന്നെ എന്തെങ്കിലും പുഴു എന്തെങ്കിലുമൊക്കെ കയ്യിലെടുക്കണം. കാരണം ഞാൻ ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്കറിയാം ഞാൻ എടുക്കുന്നില്ല എന്നുള്ള സത്യം. ഞാനത് എപ്പോഴും മറക്കും. പക്ഷേ എൻ്റെ മുടി അങ്ങനെയൊന്നും ഡിസ്റ്റർബ് ആക്കാറില്ല കേട്ടോ എന്നെ. ഇനി ഡിസ്റ്റർബ് ആക്കുവാണെങ്കിൽ വലിച്ച് വാരി ഞാൻ പുറകെ കിട്ടും. അതാണ് അത് നിങ്ങളവിടെ സൈഡിൽ എൻ്റെ 2 വള്ളി കിടക്കുന്ന കാണുന്നുണ്ടാവും. ഞാനത് കെട്ടാൻ നല്ലോണം മറന്നു പോകുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് വീഡിയോ എല്ലാം കഴിഞ്ഞ് ഞാൻ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്തായിരുന്നു ഞാൻ കണ്ടത്. ഞാൻ സത്യമായിട്ടും അങ്ങനെയാണ് കണ്ടത്. കട്ടിലിൻ്റെ ഇടയിൽ കൂടെ പൊന്തി വരുന്നത് ഞാൻ.
സംഭവം അത് ഭയങ്കര അലമായിരുന്നു മുടി അങ്ങനെ കെട്ട് കളഞ്ഞെടുക്കുന്നത് കണ്ടില്ലേ. അത് ഓൾറെഡി പാർട്ടീഷൻ ആയിരുന്നു, ഞാൻ സ്ഥിരമായിട്ട് അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഓക്കെ ബൈ.